ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനം. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഈ തിരുവചനത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിൻ്റെ അറിവ് കൂടാതെ അവയിലൊന്നുപോലും നിലം പതിക്കുന്നില്ല. ഇതേ വചനം തന്നെ, ഈ സന്ദേശം തന്നെ ലൂക്കാ സുവിശേഷകനും വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 12-ാം അധ്യായം 6-7 വചനങ്ങളിൽ 2 നാണയത്തുട്ടിന് 5 കുരുവികൾ വിൽക്കപ്പെടുന്നു. അവയിലൊന്നുപോലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ നിലം പതിക്കുന്നില്ല. വലിയൊരു യാഥാർത്ഥ്യമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവം, ഒരു വാഹനം, ഒരു വളരെ വിലപിടിപ്പുള്ള ഒരു വാഹനം വളരെ സ്പീഡിന് പോയി ഒരു സ്കൂട്ടർ യാത്രക്കാരനെ തട്ടി വീഴ്ത്തി. സ്കൂട്ടർ യാത്രക്കാരൻ ആ റോഡിൽ വീണു, അല്പം മുറിവേറ്റ് വീണ് ബോധമില്ലാതെ കിടക്കുകയാണ്. ഈ കാറിൽ വന്ന, വലിയ വിലപിടിപ്പുള്ള കാറിൽ വന്ന മനുഷ്യൻ ആദ്യം വണ്ടി നിർത്തിയിട്ട് തൻ്റെ കാറിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. സ്കൂട്ടർ കാറുമായി തട്ടി സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന ആ മനുഷ്യൻ വഴിയിൽ രക്തം ഒലിച്ച് കിടക്കുകയാണ്. എന്നിട്ടും ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നില്ല, മറിച്ച് എൻ്റെ കാറിന് എന്തെങ്കിലും പറ്റിയോ എന്ന് വിചാരിച്ച് അദ്ദേഹം അതിൽ അസ്വസ്ഥപ്പെട്ടുകൊണ്ട് കാറിന് ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്, എവിടെയെങ്കിലും പോറൽ സംഭവിച്ചോ. ഈ ആക്സിഡൻറ്റ് കണ്ട് ഓടിക്കൂടിയ ജനങ്ങളിൽ ചിലർ പലതരത്തിലുള്ള സമ്മിശ്രമായ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചിലർ അവനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. ചിലർ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അങ്ങനെ പെട്ടെന്ന് അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രിയമുള്ളവർ, ഈ സംഭവം പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ വില തിരിച്ചറിയുമ്പോഴാണ് സഹജീവികളുടെ വില തിരിച്ചറിയാനായിട്ട് കഴിയുക. ഇന്ന് മനുഷ്യന് യഥാർത്ഥത്തിൽ അവൻ്റെ വില അറിയില്ല. ഇന്ന് മനുഷ്യൻ വില കൽപ്പിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്തിലെ അവൻ്റെ വസ്തുവകകളും അവൻ്റെ സമ്പാദ്യവും അവൻ്റെ ഡിഗ്രികളും, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവനിന്ന് ഉണ്ടെന്ന് കരുതുന്നതിനെയൊക്കെ വെച്ചാണ് മനുഷ്യനിന്ന് വില ഇടുന്നത്. നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിൽ അതിനൊരു വിലയുണ്ട്, സൗന്ദര്യമില്ലാത്തവർക്ക് അതിന് വിലയില്ല. ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ അവനൊരു വിലയുണ്ട്, ആരോഗ്യം ക്ഷയിച്ച വ്യക്തിക്ക് ഇന്ന് വിലയില്ല. ഏതെങ്കിലും രീതിയിൽ വിദ്യാസമ്പന്നനായ മനുഷ്യനാണെങ്കിൽ, അക്ഷരാഭ്യാസവും വിദ്യകളും ഡിഗ്രികളുമുള്ള മനുഷ്യനാണെങ്കിൽ അവനൊരു വിലയുണ്ട്, ഡിഗ്രികളില്ലാത്ത മനുഷ്യന് ഒരു വിലയില്ല. ഇങ്ങനെ പോകുന്നു പലതരത്തിലുള്ള വിലയിടലുകൾ. പ്രിയമുള്ളവരെ, ദൈവം എങ്ങനെയാണ് മനുഷ്യന് വില കൽപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നത്. ദൈവം എനിക്ക് നൽകിയ വില എന്താണ്? എൻ്റെ സ്ഥാനമാനങ്ങളും എൻ്റെ സൗന്ദര്യവും എൻ്റെ കഴിവും എൻ്റെ മിടുക്കും കണ്ടുകൊണ്ടാണോ ദൈവം ഒരു വ്യക്തിക്ക് വില കൊടുക്കുന്നത്? അല്ല എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ, ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഒരു വിലയുണ്ടവന്. ആ വില മറ്റൊന്നുമല്ല, ദൈവം അവനെ സ്നേഹിക്കുന്നു എന്നത് തന്നെയാണ് വില. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, സെമിനാരി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്നെ പ്രചോദിപ്പിച്ച ഒരു സംഭവമാണ്. പലപ്പോഴും പഠന കാലഘട്ടത്തിൽ പഠിച്ച് ജീവിക്കുന്ന സമയത്ത് പാവപ്പെട്ടവരോടും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദരിദ്രമായ തലത്തിൽ കിടക്കുന്നവരെയൊക്കെ ഒന്ന് കരുതുന്ന ഒരു മനസ്സോ അവരെ ഉൾക്കൊള്ളണമെന്നുള്ള ചിന്താഗതിയോ ഒന്നും ആ നാളുകളിൽ എനിക്കില്ലായിരുന്നു. എൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു ജീവിതം, ആരോഗ്യവും സമ്പത്തും അല്ലെങ്കിൽ ഉദ്യോഗവും, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ
അവൻ്റെ വിലയിടുന്നതെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ജീവിച്ച നാളുകളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൈദികനെ ഞാൻ പെട്ടെന്ന് കണ്ടുമുട്ടുക. ഈ വൈദികൻ തെരുവിൽ ഭിക്ഷാടകരായിട്ടിരിക്കുന്ന മനുഷ്യരുടെ ഓരോരുത്തരുടെയും അരികിൽ ചെന്ന് അവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു, സ്നേഹത്തോടെ അവരുമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെയെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് അവരുടെ ഇടയിലിരുന്ന് ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നു, അവരുടെ മുടികൾ വെട്ടുന്നു, അവരെ കുളിപ്പിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആ വൈദികനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ കണ്ടപ്പോൾ ഞാൻ വിസ്മയത്തോടെ അത് നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ആ വൈദികരുമായിട്ട് ഇടപെടാനായിട്ട് ദൈവം സാഹചര്യങ്ങൾ നൽകി, സംസാരിച്ചു. അപ്പോഴാണ് എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ മനോഭാവങ്ങൾക്ക് പോലും മാറ്റം സംഭവിക്കുക. ദൈവം കാണുന്ന കാഴ്ചപ്പാട് കാരണം അത് മറ്റാരുമല്ല, ഫാദർ ജോർജ് കുറ്റിക്കൽ അച്ഛനായിരുന്നു. ആകാശപ്പറവുകളുടെ കൂട്ടുകാർ എന്ന ഒരു മുന്നേറ്റത്തിന് ദൈവാത്മാവിൻ്റെ നിറവിൽ ഇറങ്ങിപ്പുറപ്പെട്ട വൈദികൻ. ആ വൈദികൻ്റെ തീഷ്ണതയും ആ വൈദികൻ്റെ കരുതലും ഈ ലോകത്തോട് ദൈവം പ്രദർശിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളൊക്കെ ഈ വൈദികനിലൂടെ അറിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ തിരിച്ചറിയാൻ സാധിച്ചു എന്താണ് ദൈവം ഇടുന്ന വില. ദൈവം നമുക്ക് ഓരോരുത്തർക്ക് നൽകുന്ന ഒരു വില മറ്റൊന്നുമല്ല, ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് വില. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം, അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അത്രമാത്രം ഓരോ വ്യക്തിയെയും സ്നേഹിക്കുന്നു എന്നതാണ് ഒരു വ്യക്തിയുടെ വില. അതല്ലാതെ അവൻ്റെ സൗന്ദര്യമോ അവൻ്റെ കഴിവോ അവൻ്റെ ബാങ്ക് ബാലൻസോ അവൻ്റെ സമ്പാദ്യമോ അവൻ്റെ കായിക ബലമോ അല്ലെങ്കിൽ അവൻ്റെ സർഗാത്മകമായ കഴിവുകളോ ഇതൊന്നുമല്ല ഒരു വ്യക്തിയുടെ വില നിർണ്ണയിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ അവൻ മറ്റുള്ളവരെ കരുതുന്ന വ്യക്തിയായിട്ട് മാറും. അവനെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും, അവനെ ഉൾക്കൊള്ളുവാനായിട്ട് തുടങ്ങും, അവനോട് അനുകമ്പയോടെ നിലപാടുകൾ എടുക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ലോകം യഥാർത്ഥത്തിൽ ലൗകിക വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് വില കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലൗകിക മനുഷ്യൻ ഈ കാഴ്ചപ്പാടുകളോടെ വ്യക്തിബന്ധങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനോ അവരെ അംഗീകരിക്കാനോ സ്നേഹിക്കുവാനോ കഴിയാത്ത നിലപാടുകൾ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ആത്മാവിനോട് തുറവിയുള്ള ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച മനുഷ്യൻ ദൈവം കാണുന്നത് പോലെ വ്യക്തിബന്ധങ്ങളെ കാണും. അസീസിലെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം ഇതാണ്. അസീസിലെ ഫ്രാൻസിസ് ആദ്യ നാളുകളിൽ വിലകെന്ന് കരുതിയത് ഈ ലോകത്തിലെ ആർഭാടങ്ങളിലും ശക്തികളിലും മാടമ്പി സ്ഥാനം സ്വീകരിക്കുമ്പോഴാണ് ഒരു വിലയുണ്ടാകുന്നത്. എന്നാൽ ഒരു വേള ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു, ഇതൊന്നുമല്ല വില കൽപ്പിക്കുന്നത്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഫ്രാൻസിസ് തെരുവോരങ്ങളിൽ ഓടി നടന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്, സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല. അതിനു മുമ്പ് വരെ കുഷ്ഠരോഗികളെ കാണുമ്പോൾ ഓടിമറഞ്ഞിരുന്ന ഫ്രാൻസിസ് പിന്നെ കുഷ്ഠരോഗികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കുന്നു, ആശ്ലേഷിക്കുന്നു, അവരെ കരുത്തുള്ളവരാക്കി മാറ്റുന്നു. ഒരുവൻ അവൻ്റെ യഥാർത്ഥ വില തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും കരുതുവാനും ഇടയാകും. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി സങ്കടത്തോടെ വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു വിലയുമില്ല വീട്ടിൽ, ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടു, എൻ്റെ മക്കളെയൊക്കെ വളർത്തി അവരൊക്കെ വലിയ നിലയിലൊക്കെ ആയി, എൻ്റെ ജീവിത പങ്കാളിക്ക് പോലും എന്നോട് ഇപ്പോൾ താല്പര്യമില്ല, എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ്. എൻ്റെ മക്കളാകട്ടെ അവർക്ക് പറയുന്നത് ഈ അമ്മ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തകർക്കുകയാണ്, അമ്മയുടെ ഇടപെടലുകൾ ഞങ്ങൾക്ക് സന്തോഷം തരുന്നില്ല, അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. അച്ഛാ, ഈ വാക്കുകൾ എൻ്റെ ഉള്ളിൽ ഒത്തിരി വേദന വരുത്തുകയാണ്. എനിക്ക് വിലയില്ലാത്ത ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ ചിന്തിച്ചു പോവുകയാണ്, എന്തിനി ജീവിക്കണം, ആത്മഹത്യ ചെയ്താൽ പോരെ, ആത്മഹത്യയിൽ അവസാനിപ്പിച്ചാൽ പോരെ എന്നൊക്കെ പല ആവർത്തി അറിയാതെ ചിന്തിച്ചു പോവുകയാണ് അച്ഛാ. പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ദൈവം സഹോദരിയെ എത്രമാത്രം സ്നേഹിക്കുന്നു, ദൈവം സഹോദരിയെ എത്രമാത്രം വിലയുള്ളതായി കരുതുന്നു. ആരും അംഗീകരിക്കുന്നില്ലെങ്കിലും ആരും നമ്മുടെ ആ സ്നേഹത്തെയും നമ്മുടെ ചെയ്ത പരോപകാര പ്രവൃത്തികളെയും ഉൾക്കൊള്ളുന്നില്ലെങ്കിലും എല്ലാം കാണുന്ന ഒരുവനുണ്ട്. ആ ദൈവം സഹോദരിയെ അധികം സ്നേഹിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എത്രമാത്രം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ആശ്വാസം നിറഞ്ഞു. മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ചുള്ള ആ ചിന്തയിൽ നിന്ന് മാറാനായിട്ടുള്ള ഒരു തുറവിയുണ്ടായി. പിന്നെ ആ സഹോദരിക്ക് തന്നെ ഒരു ബലം എവിടെ നിന്നോ കിട്ടി. ഞാൻ അധ്വാനിക്കും, അവരെ സ്നേഹിക്കും, എൻ്റെ കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി അവരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ നന്മയിൽ വ്യാപരിക്കും. പ്രിയമുള്ളവരെ, ഒരുവൻ അവൻ്റെ വില
ദൈവം അവനിട്ടിരിക്കുന്ന വില തിരിച്ചറിഞ്ഞാലേ അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹമുണ്ടാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, എൻ്റെ വില എന്താണ്? എൻ്റെ വില എന്താണ്? ഒരുവൻ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 23 ദാനിയേൽ പ്രവാചകനോട് പറയുന്ന ഒരു വചനമുണ്ട്. നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. ദാനിയേൽ തൻ്റെ ജീവിതത്തിലെ വിഷമതകളും പ്രശ്നങ്ങളുടെയും നടുവിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ നൊമ്പരത്തോടെ അതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മാലാഖയിലൂടെ ദൈവം ദാനിയേലിനെ അറിയിക്കുന്ന ഒരു വാക്യമാണിത്. അത് നിന്നെ അറിയിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു, അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം മനുഷ്യകുലത്തെ നോക്കി ദൈവം പറയുന്നത്, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. ബാബിലോൺ രാജാവിൻ്റെ ആധിപത്യത്തിൽ ആയിരുന്ന സമയത്ത് മനം തകർന്ന് പല പ്രാവശ്യം ദൈവത്തോട് ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ബാബിലോൺ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ എന്താണ് ഈ ഒരു അവസ്ഥ? ആ സമയത്ത് ഗബ്രിയേൽ മാലാഖയിലൂടെ ദൈവം ദാനിയേലിനോട് സംസാരിക്കുന്ന വാക്യമാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 23. നിൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി, അത് നിന്നെ അറിയിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു, അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ഓരോ യാചനകൾ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നൊമ്പരത്തിൻ്റെ വേദനകൾ ദൈവസന്നിധിയിൽ ഉയരുമ്പോൾ, നീ നിന്നോട് തന്നെ അറിയാതെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ, നിന്നെ വെറുത്തുകൊണ്ട് നീ ചോദിക്കുമ്പോൾ എന്തേ എന്തേ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് പറയുവാനായിട്ടുള്ള ഒരു വചനം ഇതുമാത്രം, ദൈവം നിന്നെ അത്രയധികം സ്നേഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം ഇപ്രകാരമാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യനെയും നിൻ്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ദൈവം ഓരോ മനുഷ്യനെയും നോക്കി പറയുന്നതാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ്. യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്, അത് ആ നിമിഷം മുതൽ അവൻ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വില യേശുവിനോളം വിലയുള്ളതായിട്ട് മാറുകയാണ്. യേശുവിൻ്റെ കാൽവരിയിലെ രക്തത്തിൻ്റെ വിലയുള്ള ആ ഒരു അമൂല്യമായ അവസ്ഥയിലേക്ക് ആ വ്യക്തി ഉയരുകയാണ്. നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം 2 പറയുകയാണ്, എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് നിങ്ങൾ പരിശുദ്ധമായ ഒരു ജനമാണ്, നിങ്ങൾ തൻ്റെ സ്വന്തം ജനമായിരിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും നിങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ യേശു വിശ്വാസിക്ക് യഥാർത്ഥത്തിൽ അവൻ്റെ വില എന്ന് പറയുന്നത്, ദൈവം ക്രിസ്തുവിലൂടെ അവനെ എത്രത്തോളം സ്നേഹിച്ചു, അതാണ് വില. എത്രത്തോളം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു, ഇതാണ് അവൻ്റെ വില. ഭൗതിക വസ്തുക്കളിലല്ല ഒരു വ്യക്തി അവൻ്റെ വിലയെ ഇടേണ്ടത്. സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല നമ്മുടെ വില നമ്മൾ നിശ്ചയിക്കേണ്ടത്. മോടിയേറിയ വസ്ത്രവും നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങളുമല്ല നമ്മുടെ വിലയെ നിശ്ചയിക്കേണ്ടത്. നമ്മുടെ വിലയെ നിശ്ചയിക്കേണ്ടത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ആ തിരിച്ചറിവാണ്, ആ ഒരു അനുഭവമാണ് നമ്മുടെ വിലയുടെ മാനദണ്ഡം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12 കാണുന്നുണ്ട്, തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. എൻ്റെ വില ദൈവത്തിൻ്റെ മകനാണെന്ന് എന്നുള്ളത് വിലയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ മനുഷ്യനുള്ള യഥാർത്ഥ വില ലോകമറിയാതെ അവൻ ജീവിക്കുകയാണ്. ലോകത്തിലുള്ള മനുഷ്യന് ദൈവം ഓരോ മനുഷ്യനും കൊടുത്തിരിക്കുന്ന വില തിരിച്ചറിയാതെ ജീവിക്കുകയാണ്. അവരുടെ ഇടയിൽ യഥാർത്ഥ മനുഷ്യൻ്റെ വില തിരിച്ചറിഞ്ഞ് അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനായിട്ട് യേശുവിനെ അറിഞ്ഞ ഓരോ വ്യക്തിക്കും കടമയുണ്ട്, ചുമതലയുണ്ട്. അതുകൊണ്ടാണ് കൽക്കത്തയിലെ മദർ തെരേസ ആ യേശുവിൻ്റെ സ്നേഹവും യേശു തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു, യേശു എന്നെ എത്രമാത്രം വില കൽപ്പിക്കുന്നുവെന്ന് വിശുദ്ധ മദർ തെരേസ തിരിച്ചറിഞ്ഞപ്പോൾ കൽക്കത്തയിലെ തെരുവീതികളിൽ വിലകെട്ട് വില നഷ്ടപ്പെട്ട് ആരുമറിയാതെ കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മദർ തെരേസയെ പ്രേരിപ്പിച്ചത് മനുഷ്യൻ്റെ വില മദർ തെരേസ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന തലങ്ങളിൽ മറ്റുള്ളവർക്ക് വിലയുണ്ടെന്ന് നമുക്ക് തോന്നണമെങ്കിൽ, നമുക്ക് വിലയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ യേശു നമ്മളെ എത്രമാത്രം വില കൽപ്പിക്കുന്നുവെന്ന് തിരിച്ചറിയണം. യേശു നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ ഓരോ നിമിഷവും വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിൻ്റെ തകർന്ന അവസ്ഥയിലും ദൈവം നിന്നെ വിചാരിക്കുന്നുണ്ട്, അവൻ നിന്നെ അനുഗ്രഹിക്കും. കാരണം നീ അവന് വിലപ്പെട്ടവനാണ്.
ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 21 പറയുന്നതാണ്, ഞാൻ നിന്നെ മുദ്രമോതിരം പോലെയാക്കും, എന്തെന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വില. ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ വിലയാണ് ഓരോ മനുഷ്യനും യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഒരു വിശ്വാസിയുടെ വില കാൽവരിയിലെ കുരിശിൽ ഈശോ കൊടുത്ത വിലയാണ്. അവൻ്റെ തിരുരക്തത്തിൻ്റെ വിലയാണ്. ആ കുരിശിൻ്റെ പീഡാസഹനത്തിന് മുമ്പ് യേശു നൽകിയ ആത്മാവിൻ്റെ വിലയാണ്. ഞാൻ നിങ്ങൾക്ക് സഹായകനെ തരും, പരിശുദ്ധാത്മാവിനെ നൽകുന്ന വില. ഒരുവൻ്റെ ഉള്ളിലെ ആത്മാവിൻ്റെ വിലയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ആ വില തിരിച്ചറിയുമ്പോൾ ഭൗതിക വസ്തുക്കളിൽ കണ്ണുടക്കി മനുഷ്യനെ നമുക്ക് വേർതിരിവുകളോടെ കാണാനായിട്ട് പറ്റുകയില്ല. വേർതിരിവുകളോടെ സമ്പത്തിലും സൗന്ദര്യത്തിലും അധികാരത്തിലും ഭ്രമിക്കുന്നവർക്ക് വലിയ വില കൽപ്പിക്കുന്ന ഈ ലോകത്തിൽ യഥാർത്ഥ വില തിരിച്ചറിയണമെങ്കിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് വേണം. മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 17 ദൈവം പറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും, പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. വീണ്ടും സങ്കീർത്തനം 116:15, തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഓരോ വ്യക്തിയുടെയും തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണെന്ന് പറയുമ്പോൾ ദൈവം ഓരോ വ്യക്തിക്കും വലിയ വില കൊടുത്തിരിക്കുന്നു. ഇന്ന് സാത്താൻ മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു വിലയുമില്ല, നിനക്കൊരു വിലയുമില്ല, നിനക്ക് ഒന്നുമില്ല, നിനക്ക് വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ നിരാശയിലും കുറ്റബോധത്തിലും അടിമപ്പെടുത്തി അവനെ ആത്മഹത്യയിലും കൊലപാതകത്തിലും മറ്റുള്ളവരെ തകർക്കുന്ന അവസ്ഥകളിലേക്ക് ആ വ്യക്തിയെ രൂപപ്പെടുത്തുവാൻ പിശാചിന്ന് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 11-ാം അധ്യായം 3, എന്നാൽ സർപ്പം ഹൗവയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, സർപ്പം ആദിമാതാപിതാക്കളെ അവരെ പറ്റിച്ചതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിലും പിശാച് ഇന്ന് മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഭൗതിക വസ്തുക്കൾ വെച്ചുകൊണ്ട് മനുഷ്യന് വിലയിട്ടുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ തെറ്റായ കാഴ്ചപ്പാടുകൾ, ചിന്തകൾ കൊടുക്കുകയാണ്, യഥാർത്ഥ വില മനസ്സിലാക്കാതിരിക്കത്തക്ക വിധം. എന്നാൽ എഫേസുസാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 11 പറയുകയാണ്, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആയുധമാണ് നമ്മൾ ധരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. വചനം എന്താണ് പറയുന്നത്? ഓരോ മനുഷ്യനെ നോക്കി വചനം പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ്, നിനക്ക് വിലയുണ്ട്, നിൻ്റെ വില കർത്താവ് കാൽവരിയിൽ കൊടുത്ത വിലയാണ്. ആ വില തിരിച്ചറിഞ്ഞ് ജീവിക്കണം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധി ഇല്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ഭാഗ്യരൂപം നിലനിർത്തിക്കൊണ്ട് അവയുടെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് നീ അകന്നു നിൽക്കുക. പ്രിയമുള്ളവരെ, ഈ തലങ്ങളിലൂടെ ജീവിക്കുന്ന മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കും. ഈ തിന്മയുടെ ജീവിത ശൈലിയിലൂടെ ജീവിക്കുന്ന വ്യക്തികൾ കാണും. അവർ പക്ഷേ മനുഷ്യൻ്റെ യഥാർത്ഥ വിലയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ മനുഷ്യന് വില കൽപ്പിക്കാതെ ജീവിക്കുന്ന ജീവിതങ്ങളാണ്. അവരിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള മനുഷ്യൻ ഒരുപക്ഷെ നമ്മളെ നോക്കി പറയും, നിനക്കൊരു വിലയില്ല, നിൻ്റെ ജീവിതം ശപിക്കപ്പെട്ടതാണ്, നീ എന്തിനു ജീവിക്കുന്നു, നീ വിട്ടുപോ, ഈ ഭൂമി വിട്ടുപോ എന്നൊക്കെ തിന്മയുടെ അന്ധകാര ശക്തിക്ക് അടിമപ്പെട്ട വ്യക്തികൾ, ഭൗതിക വസ്തുക്കൾ വെച്ച് വ്യക്തികളെ വിലയിടുന്നവർ പറയാം. എന്നാൽ ദൈവം നിന്നോട് പറയുന്ന വാക്കാണ് നീ കേൾക്കേണ്ടത്. ദൈവം നിന്നോട് പറയുകയാണ്, മകനെ മകളെ, നിനക്ക് വിലയുണ്ട്. ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. കുരിശോളം നിന്നെ സ്നേഹിച്ച കർത്താവ് ദിവ്യകാരുണ്യത്തിലൂടെ ഇന്നും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ദിവ്യകാരുണ്യമായി ഒരു ഗോതമ്പപ്പ കഷ്ണം പോലെ ഈ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവൻ നിന്നെ നോക്കി വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എനിക്ക് വിലപ്പെട്ടതാണ്. ദിവ്യകാരുണ്യ ഈശോയെ നീ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ നീ ക്രിസ്തുവിനോളം വിലയുള്ളവനായിട്ട് മാറുകയാണ്, മറ്റൊരു ക്രിസ്തുവായിട്ട് നീ മാറുകയാണ്. ഇതാണ് നിൻ്റെ യഥാർത്ഥ വില.
അതല്ലാതെ ആർഭാടങ്ങളിലും അടയാളങ്ങളിലുമല്ല നിൻ്റെ വില നിശ്ചയിക്കുന്നത്. എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങൾ, 14 മുതൽ 17 വരെയുള്ള വചനം, അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടുത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ വില കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മുടെ വില നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും, അംഗീകരിക്കാനായിട്ട് സാധിക്കും. നാം നമ്മുടെ വില, യഥാർത്ഥ വില തിരിച്ചറിഞ്ഞാലേ നമുക്ക് പാവപ്പെട്ടവരോടും പീഡിതരോടും സമൂഹം മാറ്റി നിർത്തുന്നവരോടും അനുകമ്പയും സ്നേഹവും കരുതലും കൊടുത്ത് അവരെ വിലയുള്ളവരാക്കി, ബലമുള്ളവരാക്കി മാറ്റാൻ കഴിയുന്നത്. അതില്ലെങ്കിൽ നമ്മുടെ വില നമ്മൾ തിരിച്ചറിയാതെ ഈ ഭൂമിയിലെ വസ്തുക്കൾ വെച്ച് നമ്മൾ വില നിശ്ചയിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വില മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുകയില്ല, മറ്റുള്ളവരെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുകയില്ല. ദൈവവചനം പറയുകയാണ്, നിൻ്റെ വില, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമാണ്, നീ എനിക്ക് അമൂല്യനാണ്, കാരണം ദൈവം എന്നെ അത്രയധികം സ്നേഹിക്കുന്നു. ഈ ദിനത്തിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ, സാമൂഹിക ജീവിതങ്ങളിൽ മറ്റുള്ളവർ ഒരുപക്ഷെ നിനക്ക് വില കൽപ്പിക്കുന്നില്ലാകാം, നിനക്ക് വിലയില്ല എന്ന് പറയുന്നുണ്ടാകാം, ഏതെങ്കിലും രീതിയിൽ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടാകാം. എങ്കിൽ ഈ ദിനത്തിൽ നീ തിരിച്ചറിയണം, ഈശോ നിന്നെ നോക്കി പറയുകയാണ്, മകളെ, മകനെ, നീ എനിക്ക് വിലപ്പെട്ടവളാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കുരിശോളം നിന്നെ സ്നേഹിച്ച കർത്താവ് നിനക്കിട്ട വില അവൻ്റെ സ്നേഹം തന്നെയാണ്. പിതാവായ ദൈവം നിനക്കിട്ടിരിക്കുന്ന വില തൻ്റെ പുത്രൻ്റെ വിലയാണ്. കാൽവരിയിൽ പുത്രന് മോചനദ്രവ്യമായി, നിൻ്റെ കുറവുകൾക്ക്, പാപങ്ങൾക്ക്, ബലഹീനതകൾക്ക് പകരമായി അവൻ ഒരു മോചനദ്രവ്യമായി പുത്രനെ കൊടുത്ത് നിന്നെ നേടിയെടുത്തിരിക്കുന്ന ഒരു വിലയുണ്ട്. ആ വില തിരിച്ചറിഞ്ഞ് അതിൻ്റെ മഹത്വത്തിൽ ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ വില തിരിച്ചറിയുന്നതോടൊപ്പം മറ്റുള്ളവരെയും നമുക്ക് വിലയുള്ളതായി കരുതാം. ആദ്യം ഞാൻ പറഞ്ഞ സംഭവത്തിലെ ആ ധനാഢ്യനായ മനുഷ്യൻ, അദ്ദേഹം വില കൽപ്പിച്ചത് ഭൗതിക വസ്തുക്കൾ വെച്ചായിരുന്നു. അതുകൊണ്ട് തൻ്റെ വില കൂടിയ കാറ് തട്ടി റോഡിൽ കിടന്ന മനുഷ്യനെ അദ്ദേഹത്തിന് വിലയുള്ളതായി കരുതാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തിന് കാറിനാണ് വില. കാറിന് എന്തെങ്കിലും പറ്റിയോ എന്ന് അദ്ദേഹം ആദ്യം നോക്കുകയാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥ വില തിരിച്ചറിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കരുതാനായിട്ട് സാധിക്കും, മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും, അവരുടെ ജീവൻ നശിക്കാതിരിക്കുവാൻ നല്ല നിലപാടുകൾ എടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ വളഞ്ഞ വഴികളിലൂടെ സമ്പാദ്യം നേടുവാൻ, ആരെയും കൊല്ലുവാനും നശിപ്പിക്കുവാനും, എന്ത് ഭക്ഷണപദാർത്ഥങ്ങളിലും മായം ചേർത്താലും കുഴപ്പമില്ല, എനിക്ക് സമ്പാദ്യം വർദ്ധിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നത് നമ്മൾ ഭൗതികതയ്ക്ക് അടിമപ്പെട്ട് മനുഷ്യ ജീവിതങ്ങളെ വിലയില്ലാത്തതായി കരുതുന്നത് കൊണ്ടാണ്. ഈ ദിനത്തിൽ തിരുത്താനായിട്ടുള്ള മേഖലകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഈ കഴിഞ്ഞ നാളുകളിൽ നിൻ്റെ ഭൗതിക നേട്ടവും ഭൗതികമായ വസ്തുക്കളും വെച്ച് നിൻ്റെയും മറ്റുള്ളവരുടെയും വില നീ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിനത്തിൽ അത് തിരുത്തിക്കൊണ്ട് യേശു ഇട്ടിരിക്കുന്ന വിലയിലേക്ക് നീ തിരിച്ചു വരാം. നിനക്ക് തിരിച്ചു വരാം, മറ്റുള്ളവരെയും ആ ഒരു തിരിച്ചറിവിലേക്ക് വളർത്താം. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വില തിരിച്ചറിയുമ്പോഴാണല്ലോ മറ്റുള്ളവരെയും വില കൽപ്പിക്കുവാനായിട്ട് കഴിയുക. ഭൗതിക വസ്തുക്കളിലും സ്ഥാനമാനങ്ങളിലും മനുഷ്യനെ വിലയിടുന്ന ഈ ലോകത്തിൽ ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവാർപ്പണം ചെയ്ത് മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോ ഞങ്ങൾക്ക് നൽകിയ വില തിരിച്ചറിയുവാനും ആ വിലയിൽ നിലനിന്നുകൊണ്ട് ആ വിലയിൽ ആനന്ദിച്ചുകൊണ്ട് മറ്റുള്ളവരെയും വിലയുള്ളവരായി കരുതി ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിരാശപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളും ഞങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും ഞങ്ങളുടെ വില തിരിച്ചറിഞ്ഞ് ശാന്തതയോടെ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ആത്മശക്തി ഞങ്ങൾക്ക് പകർന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.